പുന്നത്തുറ സെന്റ് തോമസ് ക്നാനായ പഴയ പള്ളിയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് കോട്ടയം അതിരൂപത KCC കുടുംബസംഗമവും പൂർവ്വപിതാക്കന്മാരുടെ അനുസ്മരണവും നടന്നു. ശനിയാഴ്ച 2-ന് ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ അച്ഛൻ്റെ ക്ലാസ്സോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. കുടുംബബന്ധവും സോഷ്യൽ മീഡിയയും എന്ന വിഷയത്തെക്കുറിച്ച് കാപ്പിപ്പൊടി അച്ഛൻ്റെ നർമ്മത്തിൽ പൊതിഞ്ഞ ക്ലാസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് ഹൃദ്യവും രസകരവുമായി. ഒരു ചികിത്സാ രീതി അവിടെ പറയുന്നത് നോമോഫോബിയ. ഷുഗർ പോലെ, പ്രഷർ പോലെ, കൊളസ്ട്രോൾ പോലെ രോഗമാണ്. ഫോണില്ലെങ്കിൽ വരുന്ന ടെൻഷൻ, അതിൻ്റെ പേരാണ് നോമോഫോബിയ. അത് കൊച്ചുപിള്ളേരുണ്ട്. അടിച്ചും വരുന്നു. ഫോൺ ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ അമ്മയോട് ചൂടാവും. വേദന കുത്തിപ്പൊടിയും ഫോൺ അടിച്ചുപൊടിയും എറിയും. അത് കൊച്ചുങ്ങളുടെ പ്രാന്തിൻ്റെ 1-ാം ഘട്ടമാണ് നോമോഫോബിയ. അത് കുഞ്ഞുങ്ങളിലുണ്ട്, അത് മുതിർന്നതിലുണ്ട്. അവരിൻ്റെയും ഒരു ഇഞ്ചക്ഷൻ മയക്കിയിട്ട് 1 മണിക്കൂർ ഫോണില്ലാതെ ജീവിക്കാൻ പറയും. വൈകിട്ട് 4-ന് നടന്ന ദിവ്യബലിക്ക് കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 5:30 ആരംഭിച്ച പൊതുസമ്മേളനം അതിരൂപത ബിഷപ്പ് എമരിറ്റസ് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. ഞാനിവിടെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ ഒരു സെമിനാർ നടക്കുന്നു. കൺവെൻഷൻ. ഇത് നമ്മൾ കൺവെൻഷൻ എന്നാണ് പറയുക. ഈ പള്ളിയിൽ വെച്ചാണ് നടക്കുന്നത്. പക്ഷേ അന്ന് വെള്ളാപ്പള്ളി ഇടവക്കാരും ഇവിടെ സഹകരിച്ചുകൊണ്ട് 100 കണക്കിന് ആൾക്കാർ ഈ സെമിനാറിൽ സംബന്ധിക്കാൻ വേണ്ടി വരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനും അന്നൊരു ദിവസം ഇവിടെ വരികയുണ്ടായി. ഞാനന്ന് പയ്യനാണ്. എന്തിനാണ് ആൾക്കാർ വന്നത്? കലാപരിപാടി കേൾക്കാൻ വേണ്ടി ആയിരുന്നില്ല. നല്ല പ്രബോധനങ്ങൾ കിട്ടാൻ വേണ്ടി, വിശ്വാസപരമായ കാര്യങ്ങളെ, സഭാപരമായ കാര്യങ്ങളെക്കുറിച്ച്, ധാർമ്മിക വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരാഴ്ചയോളം നീണ്ടുനിന്ന കൺവെൻഷൻ ഈവനിങ് വൈകുന്നേരം സമയങ്ങളിലാണ്. അതൊക്കെ കേൾക്കുവാൻ, പഠിക്കുവാൻ ആവേശത്തോടെ ഈ 2 ഇടവകളിലും പെട്ടവർ വരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ഒത്തൊരുമയോടെ ജീവിച്ച ഒരു സമൂഹമാണിത്. ഈ സമൂഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളെ കൂടുതൽ സമ്പന്നമാക്കുന്ന, സമ്പുഷ്ടമാക്കുന്ന ഒത്തിരി അറിവുകൾ നമുക്ക് ലഭിക്കും. ഇവിടെ 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് നമ്മുടെ ഇടവക ആരംഭം കുറിച്ചതെങ്കിൽ ഈ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ചരിത്രം അവിടെയല്ല ആരംഭിക്കുന്നത്. അതിനേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ചരിത്രത്തിൻ്റെ ഭാഗം തുടർച്ചയാണ്. KCC അതിരൂപത പ്രസിഡന്റ് ബാബു പറമ്പടത്ത് മലയിൽ അധ്യക്ഷനായിരുന്നു. കുടുംബ ബന്ധങ്ങൾക്കോ ഇടവക കൂട്ടായ്മകൾക്കോ എന്തിനേറെ രക്തബന്ധത്തിന് പോലും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇവിടെ ഇത്രയും ആളുകൾ ഈ കുടുംബ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് എന്നെ അതിശയിപ്പിക്കുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സ്വത്തും സമ്പാദ്യവും ഒന്നുമല്ല ഇന്ന് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങി. മറിച്ച് സമാധാനവും സന്തോഷവുമുള്ള ഒരു കുടുംബ അന്തരീക്ഷമാണ് ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നമ്മൾ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. കുടുംബത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. മറ്റു വിഷയങ്ങളൊക്കെ തുടർന്ന് വരുന്നവർ തീർച്ചയായിട്ടും സംസാരിക്കാനായിട്ട് ഉണ്ട്. എങ്കിലും കുടുംബത്തെക്കുറിച്ച് പറയാനായിട്ട് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുടുംബം ഒരു ദേവാലയമാക്കി മാറ്റണം. കുടുംബത്തെ ദേവാലയമാക്കണം. ഇന്ന് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും പള്ളിയിൽ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൂദാശകൾ സ്വീകരിക്കുന്നുണ്ട്. അത് ദേവാലയത്തിൽ നിന്നാണ് വിശ്വാസപൂർവ്വം നമ്മളിത് സ്വീകരിക്കുന്നത്. തെക്കും ഭാഗ ജനതയ്ക്ക് വേണ്ടി സഭാപരമായി അനുവദിക്കപ്പെട്ട കോട്ടയം അതിരൂപതയിലെ അംഗങ്ങളാണ്. അതിലെ സമുദായ സംഘടന എന്ന നിലയിൽ KCCയുടെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും.
അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൗദാശിക സഭാത്മകമായ ജീവിതത്തിൻ്റെ പ്രായോഗികമായ തലമെന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബം ദേവാലയമാക്കി മാറ്റണം. കുടുംബജീവിതത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കുമുള്ള ദൈവവിളിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് മാതാപിതാക്കളിലൂടെയാണ്, കുടുംബത്തിലൂടെ. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് സിറിയക് ജോസഫ് മാർ തോമസ് തറയിലിനെയും അഭിവന്ദ്യ പിതാക്കന്മാരെയും അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി. മെത്രാപ്പോലീത്തയായിരിക്കുന്ന മൂലക്കാട്ട് പിതാവ് ഈ സമുദായത്തിനും സഭയ്ക്കും രൂപതയ്ക്കും വിശിഷ്ടമായ സേവനം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചൂളപ്പറമ്പിൽ പിതാവിൻ്റെയും കുന്നശ്ശേരി പിതാവിൻ്റെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് അനവസരത്തിലാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂലക്കാട്ട് പിതാവ് രാജ്യത്ത് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കാത്തത്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഞാൻ അനുസ്മരിക്കുന്നു. ഇത്രയും ഞാൻ പറഞ്ഞത് നാം അനുസ്മരിക്കേണ്ടവരെ അനുസ്മരിക്കുന്നത് ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചടങ്ങ് നടക്കുന്നതിൻ്റെ പ്രധാന സംഘാടകർ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് ആയതുകൊണ്ടും പുന്നത്ര വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഒരു അൽമായ നേതാവിനെ കൂടെ അനുസ്മരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റാരുമല്ല, ഈ ഇടവകക്കാരനും ജ്ഞാനായ കത്തോലിക്ക സമുദായത്തിനും കോട്ടയം രൂപതയ്ക്കും വിലയേറിയ സേവനങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിയുമായ ശ്രീ നന്ദികുന്നേൽ തോമസ് സാറിനെയാണ്. ഇടവക വികാരി ഫാദർ ബിബിൻ കണ്ടോത്ത്, അതിരൂപത വികാരി ജനറൽ റവറൻഡ് ഫാദർ തോമസ് ആനിമൂട്ടിൽ, ദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, ഫൊറോന വികാരി ഫാദർ സ്റ്റാനി ഇടത്തിപ്പറമ്പിൽ, പുന്നത്തുറ അസിസ്റ്റന്റ് വികാരി ഫാദർ ടോം പുത്തൻപുഴയ്ക്കൽ, ജൂബിലി ജോയിന്റ് കൺവീനർ ബിനു സ്റ്റീഫൻ പല്ലൂന്നിൽ, ബേബി സൈമൺ മുളവേലിപ്പുറത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഈ ഇടവകക്കാരന് മാത്രം ഇടവകയല്ല, ജ്ഞാനായ സമുദായത്തിൻ്റെ ആകമാനം ഇടവകയാണ് എന്ന ചരിത്രത്തെ എന്നത് ഒരു ചരിത്ര സത്യമാണ്. കാരണം അമ്പിനോടെ വാവ തന്നെ മനോഗുണമതിനാലെ ഇമ്പമോടെ വസിച്ചിടും പുന്നത്രയിൽ എന്ന പാട്ട് ഉരുവിടാത്ത ഒരു ജ്ഞാനായക്കാരനും ലോകത്തിന്റെ ഒരു ഭാഗത്തുമില്ല. കോട്ടയം അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം സഭയും സമുദായം എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ്. സഭയില്ലെങ്കിൽ സമുദായമില്ല, സമുദായമില്ലെങ്കിൽ സഭയുമില്ല. അതുകൊണ്ട് വിശ്വാസത്തെയും സമുദായത്തിന്റെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു 400 വർഷക്കാലം ജീവിച്ച വിശ്വാസവും സമുദായത്തിന്റെ പൈതൃകവും പറഞ്ഞു നൽകിയ പൂർവ്വപിതാക്കന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്നും നാളെയും അത് ഭാവി തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്നവർക്കും ഒപ്പം ഇതിന് നേതൃത്വം നൽകുന്നവർക്കും ഇതിന്റെ ഭാഗമായിരിക്കുന്നവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് ഈ കൂട്ടായ്മ നമ്മെ വിളിച്ചോതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഭ മറന്നുകൊണ്ടും സമുദായത്തെ മറന്നുകൊണ്ടുമുള്ള ജീവിതം ജ്ഞാനായ സമുദായത്തിനില്ല. ചരിത്രങ്ങളെ ഒരിക്കലും നമുക്ക് വെള്ളപൂശാൻ പറ്റില്ല. ചരിത്രങ്ങളെ ഒരിക്കലും നമുക്ക് മാറ്റിമറിക്കാനും പറ്റില്ല. ചരിത്രമെന്നത് സത്യമാണ്. അതുകൊണ്ട് ഓരോ ജ്ഞാനായക്കാരനും നമ്മളുടെ യഥാർത്ഥ ചരിത്രം എന്താണ് എന്ന് വെള്ളം ചേർക്കാതെ പഠിക്കാനും അത് മനസ്സിൽ ചോർത്തിയെടുക്കാനും ഭാവി തലമുറയ്ക്ക് പകർന്നുകൊടുക്കാനും പറ്റണം. പന്നുകം തോടും കട്ടച്ചിറ തോടും സംഗമിക്കുന്ന പുന്നത്തറക്കടവിന് വ്യാപാര പ്രാധാന്യം ഉണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിലെ തെക്കുംഭാഗർ മലഞ്ചരക്ക് വ്യാപാരത്തിനായി പുന്നത്തറ അങ്ങാടിയിൽ വന്നു തുടങ്ങി. ക്രമേണ കടുത്തുരുത്തിയിൽ നിന്നും തെക്കുംഭാഗരും കുറവലങ്ങാട് നിന്ന് വടക്കുംഭാഗരും പുന്നത്തറ കിടങ്ങൂർ പ്രദേശങ്ങളിൽ കുടിയേറി പാർക്കുകയുണ്ടായി. കൃഷിഭൂമി പാട്ടത്തിനായും ദാനമായും ബ്രാഹ്മണരും നമ്പൂതിരിമാരും നൽകി. കരിമ്പ്, തെങ്ങ്, നെല്ല്, വാഴ മുതലായവയാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത്.
നാട്ടുരാജാവ് അനുവാദം നിഷേധിച്ചതിനാൽ 1610 മുതൽ വിശേഷ ദിവസങ്ങളിൽ പുന്നത്തറയിൽ രഹസ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഉണ്ടായിരുന്ന ഇവിടുത്തെ വിശ്വാസ സമൂഹം തെക്കും ഭാഗരും വടക്കും ഭാഗരും അടങ്ങുന്ന വിശ്വാസ സമൂഹമാണ്. KCC കിടങ്ങൂർ ഫൊറോന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈബി അലക്സ് കണ്ണാമ്പടം സ്വാഗതവും KCC പുന്നത്തുറ യൂണിറ്റ് പ്രസിഡന്റ് ജോഷി മുത്തൂറ്റിൽ കൃതജ്ഞതയും പറഞ്ഞു. രൂപതയിലെ വിവിധ സ്ഥാനങ്ങളിലേക്കും കോൺഗ്രിഗേഷൻ ഡയറക്ടർ സ്ഥാനങ്ങളിലേക്കും നിയമിതരായ വൈദിക ശ്രേഷ്ഠരെയും സിസ്റ്റേഴ്സിനെയും ആദരിച്ചു. സ്നേഹവിരുന്നോടുകൂടി സമ്മേളനം അവസാനിച്ചു.